ഇന്നിവിടെ പള്ളിത്തുറ ഏരിയയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ ഈ പ്രദേശത്തെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ KM എബ്രഹാം അവർകൾ, ശ്രീ നമ്മുടെ അടുത്ത പ്രദേശക്കാരനായിട്ടുള്ള ശ്രീ പോൾ മാർട്ടിൻ, ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിക്കുന്നതിന് മുൻകൈയെടുത്തിട്ടുള്ള ശ്രീ ഹൈലസ് മിറാൻഡ, ശ്രീ ഹെറിബോയ് ലോപ്പസ്, ശ്രീ ഹിലാരി ഫെർണാണ്ടസ്, ശ്രീ രാജേന്ദ്രൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ പുതിയൊരു ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളത് BJPയുടെ പ്രവർത്തനം ഈ പ്രദേശങ്ങളിൽ വ്യാപിക്കുന്നു എന്നുള്ളതിന്റെ സന്തോഷകരമായിട്ടുള്ള സൂചനയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ BJPയോട് വൈമുഖ്യം കാണിച്ചിരുന്ന ആളുകൾ ഉൾപ്പെടെ BJPയുമായി ചേർന്ന് നിൽക്കാനും BJPയോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും സന്നദ്ധരാകുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 11 വർഷക്കാലമായി കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ എല്ലാ മേഖലകളുടെയും വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി 2014 അധികാരമേറ്റെടുത്തപ്പോൾ അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളോട് സൂചിപ്പിച്ചത് സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരോടുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നുള്ള ആശയമാണ് അദ്ദേഹം പങ്കുവച്ചത്. ഏതെങ്കിലും പ്രത്യേക മതത്തിൽപ്പെടുന്നവരോ ഏതെങ്കിലും പ്രത്യേക സമുദായത്തിൽപ്പെടുന്നവരുടെയോ വികസനമല്ല, പകരം എല്ലാ ജനവിഭാഗങ്ങളുടെയും വികസനവും ഉന്നമനവും ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. കഴിഞ്ഞ 11 വർഷക്കാലത്തിനിടയിൽ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വീടുകൾ, എല്ലാ പ്രദേശത്തും കുടിവെള്ളം, എല്ലാ പ്രദേശത്തും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ, എല്ലാ വീടുകളിലും സൗജന്യമായിട്ടുള്ള അല്ലെങ്കിൽ വൈദ്യുതി, വെള്ളം, പാചകവാതകം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് രാജ്യത്തുടനീളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലും വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് ലഭ്യമാക്കാൻ അതിനുവേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇന്ന് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അതിനുവേണ്ടിയിട്ട് നേരിട്ട് പ്രവർത്തനം നടക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണുകളിലൂടെ വീടില്ലാത്തവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭവന നിർമ്മാണ, പ്രത്യേകിച്ച് ഗ്രാമവികസന വകുപ്പിന്റെ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്യാനുള്ള ആ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് കേരളത്തിലെ സർക്കാർ അതിന് തടസ്സം നിൽക്കുകയാണ്. കേരളത്തിലെ സർക്കാർ പറയുന്നത്, അങ്ങനെ നിങ്ങളാരും നേരിട്ട് വീടിന് വേണ്ടിയിട്ട് അപേക്ഷിക്കണ്ട, പകരം ഞങ്ങൾ തീരുമാനിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ വീട് കൊടുക്കും. അങ്ങനെ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല. വീടില്ലാത്തവൻ അവന്റെ രാഷ്ട്രീയം ഏതാണെങ്കിലും, അവന്റെ സമുദായം ഏതാണെങ്കിലും, അവന്റെ മതം ഏതാണെങ്കിലും അവർക്കെല്ലാവർക്കും വീടിന് അർഹതയുണ്ട്. കാരണം ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും നൽകുന്ന നികുതി, ആ നികുതി പണം കൊണ്ടാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ ആനുകൂല്യങ്ങളൊക്കെ ജനങ്ങൾക്ക് നൽകുന്നത്. കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാത്തത് കൊണ്ടാണ്
കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഗ്രാമവികസന വകുപ്പിൽ നിങ്ങൾക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് വീടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യാം. ആരുടെയും ശുപാർശ ആവശ്യമില്ല. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പരിഗണനകളിലുമില്ല. ഒരു തരത്തിലുള്ള സാമുദായിക പരിഗണനകളുമില്ല. പക്ഷെ സംസ്ഥാന സർക്കാർ പറയുന്നത് ഞങ്ങൾ 2020 തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് ഉണ്ട്, 2018 തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിലുള്ള ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കുള്ളൂ. ആ ലിസ്റ്റിനെ കുറിച്ച് അന്ന് തന്നെ പരാതിയുണ്ട്. ആ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോ തന്നെ ആ ലിസ്റ്റ് ഉണ്ടാക്കിയതിൽ മറ്റു പല പരിഗണനകളും ഉണ്ടായി. ആ ലിസ്റ്റ് ഉണ്ടാക്കിയതിൽ അതത് സ്ഥലത്തെ സംസ്ഥാന ഭരണത്തോട്, സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നവർ അവരുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്. അല്ലാതെ പാവപ്പെട്ടവരെ, വീടില്ലാത്തവരെ, വീടിന് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ടല്ല ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത് എന്നുള്ള പരാതി അന്ന് തന്നെ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ ഇത് എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിലും അതിലെല്ലാം നടപ്പിലാക്കുന്ന നയം, അതിലെല്ലാം പാലിച്ചിട്ടുള്ള നയം അതാണ്. രാജ്യത്ത് എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള വാക്സിൻ, കോവിഡിന്റെ കാലത്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, വാക്സിന് വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും ഒരു നയ പൈസ കൊടുത്തില്ല. എല്ലാ ആളുകൾക്കും, ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ട് വാക്സിൻ നൽകിയത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ വാക്സിൻ നൽകാൻ തീരുമാനമെടുത്തപ്പോ അതിൽ രാഷ്ട്രീയം നോക്കിയില്ല, അതിൽ മതം നോക്കിയില്ല, അതിൽ സമുദായം നോക്കിയില്ല. അങ്ങനെ എല്ലാ അർഹരായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ രാജ്യത്തെ ദുർബല വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക്, ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് മതവും സമുദായവും രാഷ്ട്രീയവും നോക്കാതെ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികളാണ് ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പ്രദേശം, കടലോര പ്രദേശം, നിരവധി വെല്ലുവിളികളെ നേരിടുന്ന പ്രദേശമാണ്. ഈ കടലോര പ്രദേശത്ത് ഓരോ വർഷവും കടലാക്രമണ ഭീഷണി നേരിടുന്ന ആളുകളാണ്. എത്രയോ വർഷങ്ങളായിട്ട് ആ കടലാക്രമണ ഭീഷണിക്ക് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ എന്തുകൊണ്ടാ കേരളം മാറി മാറി ഭരിച്ച സർക്കാരുകൾ ഇതുവരെ പരിശ്രമിക്കാതിരുന്നതും അവരതിൽ വിജയിക്കാൻ ശ്രമിക്കാതിരുന്നതും? ഈ വർഷം ഉൾപ്പെടെ ഈ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെയുള്ള കടലോര മേഖലയിൽ കടലാക്രമണ ഭീഷണി കാരണം വീട്ടിൽ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമുള്ള എത്രയോ പ്രദേശങ്ങളുണ്ട്. ഇവരാരും BJP-കാരല്ലല്ലോ. ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, അവർക്ക് സുരക്ഷിതമായിട്ടുള്ള വീട് ലഭ്യമാക്കാൻ വേണ്ടി, അവർക്ക് കടലാക്രമണ ഭീഷണിയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് കേരളം ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ എന്താ ശ്രമിക്കാതിരുന്നത്? മുതലപ്പൊഴി ഇതേപോലെ എത്രയോ വർഷങ്ങളായിട്ട് വലിയ ഭീഷണികൾ, ജീവനടക്കം അപകടത്തിലാകുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ തുറമുഖം, ആ തുറമുഖത്തിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം, അതാണ് അതിന് കാരണം എന്നെല്ലാവരും വിലയിരുത്തി. അതിനെക്കുറിച്ച് പഠിക്കാൻ ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ പുരുഷോത്തം രൂപാല അദ്ദേഹം നേരിട്ട് സന്ദർശിച്ചു. അതിന്റെ ഫലമായിട്ട് അവിടെ മുതലപ്പൊഴിയിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ 177 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്തിട്ടാണ് ഇന്ന് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമൂഹത്തിന്റെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ആ മേഖലകളിലെല്ലാം ജനങ്ങൾക്കെല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാൻ, സുരക്ഷിതമായിട്ട് ജീവിക്കാൻ അതിന് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇന്ന് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ സ്ഥിതി ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കേരളത്തിലെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഏറ്റവും അസുരക്ഷയുടെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആശുപത്രി പോയാൽ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വേണ്ടിയിട്ടാണ് ആൾക്കാർ മരിക്കുന്നത്. സാധാരണ എല്ലാവരും അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് ആശുപത്രി പോകുന്നത്.
അസുഖം മാറാൻ വേണ്ടി ആശുപത്രിയിൽ പോകുന്ന ആളുകള് അവിടെ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീട് മരിക്കുന്നു. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഷോക്കേറ്റ് മരിക്കുന്നു. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പാമ്പ് കടിച്ചു മരിക്കുന്നു. നാട്ടിലിറങ്ങിയാൽ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, കാട്ടിലേക്ക് പോകേണ്ട, നാട്ടിലിറങ്ങിയാൽ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങിക്കൊല്ലും. കാട്ടുപന്നിയുടെ ആക്രമണം. ഇങ്ങനെ ജീവൻ തന്നെ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം, അത് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഒരു സാഹചര്യം. ആ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. 9 വർഷത്തിലേറെ കാലമായിട്ട് കേരളം ഭരിക്കുന്ന സർക്കാർ ഭരണം ഏറ്റെടുത്തപ്പോ പറഞ്ഞിരുന്നത് ഞങ്ങൾ വന്ന എല്ലാം ശരിയാവും. അവര് വന്നിട്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ എല്ലാവരെയും ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ കേരളത്തിലെ സ്ഥിതി. കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയിൽ ജയിലിൽ കിടക്കുന്ന ഗോവിന്ദച്ചാമിക്ക് പോലും ഓടി രക്ഷപ്പെടാൻ കഴിയുന്ന സ്ഥിതിയാണ് കേരളത്തിൽ. സ്ത്രീകളുടെ സുരക്ഷ ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങളിൽ വായിക്കുന്നത്. അങ്ങനെ നടക്കുന്നതിനിടയിൽ ആണ് ഒരു പെൺകുട്ടിയെ ക്രൂരമായി മാനഭംഗപ്പെടുത്തിയതിന്റെ പേരിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് അനായാസം ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നു. 1.5 മണിക്ക് ജയിൽ ചാടിയ ആളെക്കുറിച്ച് കേരളത്തിലെ പോലീസിന്, അതായത് കണ്ണൂരിലെ പോലീസിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 5.5 മണിക്കൂറിന് ശേഷമാണ്. 7 മണിക്ക്, 1.5 മണിക്കാണ് ജയിൽ ചാട്ടം നടക്കുന്നത്. 7 മണിവരെ ജയിലിലുള്ള ഉദ്യോഗസ്ഥന്മാര് ആ കാര്യം കണ്ണൂർ പോലീസിനെ അറിയിച്ചില്ല. 7 മണിക്ക് ശേഷം കണ്ണൂർ പോലീസിനെ അറിയിച്ചതിന് ശേഷം മാധ്യമങ്ങളും നാട്ടുകാരും പുലർത്തിയ ജാഗ്രത, ആ ജാഗ്രതയുടെ ഫലമായിട്ടാണ് ഈ പ്രതിയെ വീണ്ടും, ഈ കുറ്റവാളിയെ വീണ്ടും പിടികൂടി ജയിലിലേക്ക് എത്തിച്ചത്. ജയിലുകളിൽ ഏതൊക്കെ തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് 12 കൊല്ലം മുമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലെ ഒരു കാര്യം പോലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. കണ്ണൂർ ജയിലില് ഈ ഗോവിന്ദച്ചാമി പറഞ്ഞെന്താ, എനിക്ക് ലഹരി മരുന്നുകൾ ഉൾപ്പെടെ അവിടുന്ന് മതിൽ ചാടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും എനിക്ക് അവിടെ നിർലാഭം എനിക്ക് കിട്ടും, എല്ലാ ആയുധങ്ങളും അവിടെ കിട്ടും. കാരണം എന്താ, കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കണ്ണൂർ ജയിലിന്റെ ഉപദേശക സമിതി അംഗമാണ്. അവരുടെ നേതൃത്വത്തിലാണ് കണ്ണൂർ ജയിലിലെ ഭരണം നടക്കുന്നത്. ആ ജയിലിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ CPM-കാരായിട്ടുള്ള കൊലക്കേസ് പ്രതികൾക്ക് അവർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന ജയിലാണ് കണ്ണൂർ ജയിൽ. ഈ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടു പോയതിനു ശേഷം കണ്ണൂർ ജയിലിലെ മുഴുവൻ സെല്ലുകളിലും പരിശോധന നടക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ ഒരു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തത്. എന്താ കാരണം? തടവുകാരെ സമ്മതിച്ചിട്ട് നമുക്ക് പരിശോധന നടത്താം എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആരാ തടവുകാരൻ? തടവുകാരൻ CPM-ന്റെ വലിയ ക്രിമിനലാണ്, വലിയ ഗുണ്ടയാണ്, വലിയ നേതാവാണ്. ആ തടവുകാരന്റെ അനുവാദം ഇല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ആ ജയിലിൽ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും പരിശോധിക്കാനും അതിന് തടസ്സം സൃഷ്ടിക്കാനും അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനും സാധിക്കാത്ത സ്ഥിതി. ഇങ്ങനെയൊരു ഭരണം, ഇങ്ങനെയൊരു സ്ഥിതി കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വശത്ത് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് എല്ലാവർക്കും ക്ഷേമകരമായിട്ടുള്ള, സുഖകരമായിട്ടുള്ള പുരോഗതി ഉറപ്പുവരുത്തുന്ന നയങ്ങൾ നടപ്പിലാക്കുമ്പോ മറുവശത്ത് സംസ്ഥാനത്തെ സാധാരണക്കാരന്റെ ജീവിതം, ആ ജീവിതം സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പുതുതായിട്ട് ധാരാളം ആളുകൾ കടന്നു വരുന്നു. അതിന്റെ ഫലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ
ഭാരതീയ ജനതാ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ചുരുങ്ങിയ വോട്ടുകൾക്കാണ് BJP പരാജയപ്പെട്ടത്. അങ്ങനെ നിരവധി ആളുകൾ പുതുതായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കടന്നു വരുമ്പോ അതെങ്ങനെ തടയിടാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ് ഇപ്പോ കേരളത്തിലെ പ്രതിപക്ഷം. നിങ്ങൾ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചില വാർത്തകൾ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പാർലമെന്റ് തൊട്ട് നമ്മുടെ നാട്ടുമ്പുറത്ത് എവിടെയൊക്കെ നടക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ മാധ്യമങ്ങളിൽ ഏതായാലും വലിയ പ്രതിഷേധമാണ്. കന്യാസ്ത്രീകൾ നിയമം ലംഘിച്ചിട്ടില്ലെങ്കിൽ അവർക്കെതിരായിട്ട് ആർക്കും ഒരു നടപടി എടുക്കാൻ പറ്റില്ല. അവരെ കോടതി അവരെ വെറുതെ വിടും. അവിടുത്തെ സർക്കാർ നിയമവിരുദ്ധമായിട്ടാണ് ഈ തരത്തിൽ ചെയ്തിട്ടുള്ളതെങ്കിൽ അവർക്കെതിരായിട്ട് ഒരു നടപടിയും ഒരു സർക്കാർ വിചാരിച്ചാലും സാധ്യമല്ല. കാരണം സർക്കാരിന്റെ മുകളിലാണ് നമ്മുടെ കോടതികൾ. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത കോടതിയെ നിയന്ത്രിക്കാൻ സർക്കാരിനാവില്ല എന്നുള്ളതാണ്. സംസ്ഥാന ഹൈക്കോടതിയെ സംസ്ഥാനത്തെ കോടതികൾ സംസ്ഥാനത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ, സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ ഛത്തീസ്ഗഡിലെ കോടതി, ആ കോടതി നിയമം പരിശോധിച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്ത ഒരാളെയും ഒരു തരത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളും അവർക്കെതിരായിട്ട് സ്വീകരിക്കാൻ അവിടുത്തെ ഒരു സർക്കാരിനും സാധ്യമല്ല. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന പ്രദേശം ഏറ്റവും കൂടുതൽ മാവോവാദി പ്രവർത്തനങ്ങൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അവിടെ വലിയ തോതിൽ ആദിവാസികൾ ഉള്ള സ്ഥലമാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ആദിവാസികളുടെ ഇടയിൽ സംഘടിപ്പിക്കാൻ നക്സലൈറ്റുകൾ പരിശ്രമിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കർശനമായിട്ടുള്ള പല നിയമങ്ങളും BJP ഗവൺമെന്റുകളല്ല, അതിനു മുൻപ് ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ക്രൈസ്തവ സമുദായത്തിനെതിരായിട്ട് അതിക്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ആരോപണം അത് BJP ഭരിക്കുന്നത് കൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ, എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ അതിന്റെ പേരിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ വലിയ തോതിൽ ജനങ്ങൾ അതിനനുകൂലമായിട്ട് നയം സ്വീകരിക്കുമ്പോൾ, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് കിട്ടുന്ന കച്ചിത്തുരുമ്പിൽ പിടികൂടി അതുപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ താറടിച്ചു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമമാണ് ഇന്ന് കോൺഗ്രസുകാരും CPM-കാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ക്രൈസ്തവരോട് പ്രത്യേക സ്നേഹം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയിലെ മുനമ്പം എന്ന് പറയുന്ന കടലോര ഗ്രാമം വലിയ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ മുഴുവൻ ഭൂമി, ആ ഭൂമി മുഴുവൻ തന്നെ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് അവരെ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എന്താ കോൺഗ്രസുകാരും CPM-കാരും അക്കാര്യത്തിൽ നിലപാടെടുത്തത്? അവരെടുത്ത നിലപാട് അവിടുത്തെ മുൻപത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കെതിരായിരുന്നു. ഒരു ക്രൈസ്തവ ഗ്രാമം മുഴുവൻ കുടിയൊഴിക്കൽ ഭീഷണി നേരിട്ടപ്പോ അന്ന് ഈ പറഞ്ഞ CPM-കാരും കോൺഗ്രസുകാരും ആരും തന്നെ പ്ലക്കാർഡ് പിടിച്ച് പാർലമെന്റിൽ നിന്നില്ല. അവരാരും തന്നെ അതിനെതിരായിട്ട് പ്രതിഷേധിച്ചില്ല. ഞാൻ ഈ തവണത്തെ കാര്യം വിട്, ഇതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ ആ കണക്കുകൾ കൂടി എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കണക്കുകൾ കൂടി നിങ്ങളുടെ മുന്നിൽ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും BJP-യുടെ ഭരണം വരുന്നതിന് മുൻപ്, ആ ഭരണം വരുന്നതിന് മുൻപ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ
ആ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഇതുപോലെ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ എണ്ണം 2022 കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ സഹോദരന്മാർക്കെതിരായിട്ട് നടന്നിട്ടുള്ള അക്രമങ്ങളുടെ കേസുകളുടെ എണ്ണം 132 അങ്ങനെയാണെങ്കിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാരാണ് അതിന് ഉത്തരവാദി. ഇപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് കർണാടക. കർണാടകത്തിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ 2024 ഈ വർഷം 52 സംഭവങ്ങളാണ് ക്രൈസ്തവർക്കെതിരായിട്ട് നടന്നിട്ടുള്ള അക്രമങ്ങളായിട്ട് കർണാടക പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2018 ഇതേ സംസ്ഥാനം BJP ഭരിച്ചിരുന്നു. BJP ഭരിച്ചിരുന്ന കാലത്ത് അന്നത്തെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കണക്ക് കേവലം 8 2018 BJP ഭരിക്കുമ്പോൾ 8 കേസുകളാണ് എടുത്തതെങ്കിൽ ഈ 2024 52 കേസുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ കേസുകൾ 8 നിന്ന് 52 ആകുന്നത് കോൺഗ്രസിന്റെ ഭരണത്തിലാണ്. അപ്പൊ കോൺഗ്രസ് അല്ലേ അതിന്റെ ഉത്തരവാദി? എന്താ കോൺഗ്രസ് ഭരണത്തിൽ കർണാടകത്തിൽ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അക്രമം വർദ്ധിക്കുന്നതിനെതിരായിട്ട് ഒരാളും ഡൽഹിയില് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കാത്തത്, സഭ തടസ്സപ്പെടുത്താത്തത്? കേരളത്തിൽ എന്തുകൊണ്ടാ പ്രതിഷേധങ്ങൾ നടത്താത്തത്? അതുകൊണ്ട് ഈ അക്രമ സംഭവങ്ങൾ നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരുകളുടെ നേതൃത്വത്തിലാണ് ഈ തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നത് എന്നുള്ള വ്യാജപ്രചാരം, ആ വ്യാജപ്രചാരം നടത്തിക്കൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ വസ്തുതകൾ കൂടി മനസ്സിലാക്കണം. അങ്ങനെയുള്ള പരിശ്രമങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ല. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ മകള് കൈക്കൂലി കേസിൽ അന്വേഷണം നേരിടുന്ന സംസ്ഥാനമാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവര് തമ്മിലുള്ള ഒരു സൗഹൃദം, ആ സൗഹൃദത്തിന്റെ പേരിലാണ് ഇതൊന്നും തന്നെ പുറത്തു വരാതിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ ഈ തട്ടിപ്പിനെ കുറിച്ച് കോടതിയിൽ പോയി അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്തിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശ്രീ ഷോൺ ജോർജിന്റെ നേതൃത്വത്തിലാണ്, അതല്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ല. അപ്പൊ എല്ലാറ്റിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യങ്ങളെ കാണുന്ന ആളുകൾ, ആ ആളുകള് നിയമത്തിന്റെ വഴിക്ക് പോകാൻ അനുവദിക്കണം. ഇന്ന് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ഞാനിപ്പോ സംസാരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യൻ പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോ പറഞ്ഞത്, പെഹൽഗാമിൽ നടന്ന അക്രമങ്ങൾ, പെഹൽഗാമിലെ ഭീകരാക്രമണത്തിലെ സൂത്രധാരനായിട്ടുള്ള ആളുകളടക്കം 3 പേരെയും ഇന്ത്യയുടെ സേനകൾ വധിച്ചു. സുലൈമാൻ, അഫ്ഗാൻ, ജിബ്രാൻ, ഈ 3 പേരെയാണ് ഈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരായിട്ട് നടപ്പിലാക്കിയവരായിട്ട് ഇന്ത്യൻ സേന കണ്ടെത്തി വധിച്ചിട്ടുള്ളത് എന്ന് ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി പറഞ്ഞപ്പോ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് പലർക്കും മിണ്ടാട്ടമില്ലേ. ആഭ്യന്തരമന്ത്രി പറഞ്ഞു, ആ അക്രമത്തിൽ പങ്കെടുത്ത ആളുകൾ മതം നോക്കി 22 പേരെ കൊലപ്പെടുത്തിയ ആളുകളാണ്. ആ കൊലപ്പെടുത്തിയ ആളുകൾ ഒരു പ്രത്യേക മതത്തിൽപ്പെടുന്നവരായി എന്നുള്ളതുകൊണ്ട് എന്താ പ്രതിപക്ഷം മിണ്ടാട്ടമില്ലാത്തവരാകുന്നത്? മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ കുറ്റവാളികളുടെ നിലപാടെടുക്കേണ്ടത്. ഒരു പ്രത്യേക മതത്തിൽപ്പെടുന്ന ആളുകളാണ് ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ
അവര് ആ മതത്തിൽപ്പെടുന്നു എന്നുള്ളതിന്റെ പേരിൽ പാർലമെന്റിൽ മൗനം പാലിക്കുന്ന ഇന്ത്യ സഖ്യം, അതിൽ കോൺഗ്രസുകാരുണ്ട്, CPM-കാരുണ്ട്. അവരാണ് വാസ്തവത്തിൽ കേരളത്തെ, ഈ രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ശ്രമിക്കുന്നത്. ഈ ലോകത്തെല്ലായിടത്തും നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങൾ, ആ ഭീകരാക്രമണങ്ങളിലെല്ലാം ശ്രീലങ്കയിലെ ക്രൈസ്തവ ദേവാലയമാണെങ്കിലും പാകിസ്ഥാനിലെ ക്രൈസ്തവ ദേവാലയമാണെങ്കിലും ഉൾപ്പെടെ ഈ തരത്തിലുള്ള എല്ലാ ഭീകരാക്രമണങ്ങളിലും, ആ ഭീകരാക്രമണങ്ങളിലൊക്കെ ഈ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ ഒരു പ്രത്യേക മതത്തിന്റെ പേരിലാണ് ഈ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ആ മതത്തിന്റെ ആധിപത്യം നടപ്പിലാക്കാനാണ് നേതൃത്വം നൽകിയത്. ഈ തരത്തിലുള്ള അക്രമങ്ങൾ അയച്ചുവിട്ടത് അതാണ് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത്. അതാണ് ലോകത്തിലെ പല ഇസ്ലാമിക രാജ്യങ്ങളിൽ അടക്കം നടക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ അടക്കം ഈ മതത്തിന്റെ പേര് പറഞ്ഞ് ഭീകരാക്രമണങ്ങൾ നടക്കുന്നതിനെതിരായിട്ട് അവിടുത്തെ ഇസ്ലാമിക രാജ്യങ്ങളടക്കം എതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് കേരളത്തിൽ ഹമാസിന് പിന്തുണയുമായിട്ട് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സമ്മേളനം നടക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതി CPM-നോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു പ്രശ്നവും പരിഹരിക്കാൻ ബാക്കിയില്ലേ? ആയിരക്കണക്കിന് കിലോമീറ്റർ അവിടെയുള്ള ഗാസയിലെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നതിന് പകരം ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നമുണ്ട്, ഇവിടുത്തെ വെള്ളക്കെട്ടിന്റെ പ്രശ്നമുണ്ട്, ഇവിടുത്തെ മാലിന്യ പ്രശ്നമുണ്ട്, അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾ രംഗത്തിറങ്ങുന്നില്ല? അപ്പോ മതത്തിന്റെ പേരിൽ വോട്ട് തട്ടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം, ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ള സംഭവം, ആ സംഭവത്തിന്റെ പേരിലടക്കം ഭാരതീയ ജനതാ പാർട്ടിയെ താറടിച്ചു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം ഈ പ്രദേശം പള്ളിത്തുറ വലിയ തോതിൽ ക്രൈസ്തവ സഹോദരന്മാരുള്ള സ്ഥലമാണ്. ക്രൈസ്തവ സഹോദരന്മാരുടെ ഇടയിൽ ഈ തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം, ആ ശ്രമം നടത്തുന്ന ആളുകൾ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള പ്രചാരങ്ങൾ, ആ പ്രചാരവേല, ആ പ്രചാരവേലയുടെ വസ്തുതകൾ തിരിച്ചറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രദേശത്തിപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തനം തുടങ്ങാനും അതിന്റെ കേന്ദ്രം എന്നുള്ള നിലയിലുള്ള ഒരു ഓഫീസ്, ആ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കാനും ഇവിടെ തന്നെയുള്ള ആളുകൾ മുൻകൈ എടുത്തതിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ പരിപാടി നടക്കുന്നത്. BJP-യുടെ ഓഫീസിന്റെ അർത്ഥം BJP-ക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസ് എന്നല്ല. BJP-യുടെ ഓഫീസ് എന്നുള്ള അർത്ഥം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള കേന്ദ്രം എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ, ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, ഇതൊക്കെ സംഘടിപ്പിക്കാനും ഇതൊക്കെ ആസൂത്രണം ചെയ്യാനും ഇതിന്റെയൊക്കെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാനുമുള്ള ഒരു സ്ഥലം. അതുകൊണ്ടാണ് BJP സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ ജില്ലാ ഓഫീസുകളിലും നമ്മുടെ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടി സന്നദ്ധമാണ് എന്ന് സൂചിപ്പിക്കാൻ, എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് പള്ളിത്തുറയിൽ ഉൾപ്പെടെ ഇപ്പോഴും ഇന്നിവിടെ ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുന്നവരുണ്ട്, ഇവിടെ നേരിട്ട് വരാതെ ദൂരെ നിന്ന് ഞാൻ പറയുന്നത് കേൾക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, എനിക്കറിയാം. അവർക്ക് നേരിട്ട് വരാൻ ഒരു ചെറിയൊരു മടിയുണ്ട്. അപ്പൊ പലരും അവരവരുടെ സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് എന്തായി മുരളീധരൻ പറയുന്നത്, എന്തായി BJP-ക്കാർ പറയുന്നത് എന്ന് കേൾക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ മറഞ്ഞു നിന്ന് മടിച്ചു നിൽക്കുന്നതിന് പകരം, അങ്ങനെ മറഞ്ഞു നിന്ന് മടിച്ചു നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ എത്രയോ ദശകങ്ങളായിട്ട് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, കടലാക്രമണ ഭീഷണി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ, ഇപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ഇതിന്റെ അപ്പുറത്തെ വർഷം കടലാക്രമണ ഭീഷണി നേരിട്ട ചില കുടുംബങ്ങളിൽ പോയപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ 2-3 വർഷമായിട്ട്
ഞങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെട്ട് ഞങ്ങൾക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. ആ സ്ഥിതി ഇപ്പോഴും ഉണ്ട്. ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധ്യമാവില്ല. അതുകൊണ്ട് ഈ കേരളത്തിൽ ഉൾപ്പെടെ വികസനം സാധ്യമാകാൻ, രാജ്യത്തുടനീളം രാജ്യം ഒരു വികസിത രാഷ്ട്രമാകാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി 2047 ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം പൂർത്തിയാകുമ്പോൾ, അത് പറയാൻ കാരണം 75 വർഷമായപ്പോൾ 2021 അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യം 1947 ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് വളരെയേറെ മുന്നോട്ട് പോയി. ഞാനിപ്പം വരുന്നത് നമ്മുടെ ഗോകുലം മെഡിക്കൽ കോളേജ് അവരുടെ വാർഷിക ദിനാഘോഷങ്ങളിൽ പങ്കെടുത്താണ്. ഞാൻ അവിടെ പറഞ്ഞു, നരേന്ദ്രമോദിജി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം ഇരട്ടിയായി. 1947 സ്വാതന്ത്ര്യം കിട്ടി 2014 വരെയുള്ള 67 കൊല്ലം കൊണ്ട് ഈ രാജ്യത്ത് ആകെ ഉണ്ടായിട്ടുള്ള മെഡിക്കൽ കോളേജുകളുടെ എണ്ണം എത്രയാ? 380 മെഡിക്കൽ കോളേജ്. ഇന്ന് 11 വർഷം കൊണ്ട് ഒരു 380 മെഡിക്കൽ കോളേജ് പുതുതായിട്ട് തുടങ്ങി. ഇപ്പോ രാജ്യത്ത് 760 മെഡിക്കൽ കോളേജ് ഉണ്ട്. എന്താ അതുകൊണ്ടുള്ള ഗുണം? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരുടെ മക്കൾ, അവര് ധാരാളം ആൾക്കാർ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അവര് ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്നവരാണ്. എങ്ങനെ അവർക്ക് പ്രവേശനം കിട്ടും? ഇത്രയും കാലം ഈ രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ ആകെ ഉണ്ടായിരുന്നത് ഏതാണ്ട് 52,000 സീറ്റുകളാണ്. 2014 വരെ സ്വാതന്ത്ര്യം കിട്ടിയ 67 കൊല്ലം കൊണ്ട് 52,000 സീറ്റുകളാണ്. ഇപ്പൊ 1,15,000 സീറ്റുകൾ. പാവപ്പെട്ടവന്റെ മക്കൾക്കും ഡോക്ടറാവാൻ പറ്റും, ദരിദ്രരായവരുടെ മക്കൾക്ക് ഡോക്ടറാവാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ രാജ്യത്തെ സാധാരണക്കാർക്കും ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയും. അതിന് ഉള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ, അതിനുവേണ്ടിയാണ് കഴിഞ്ഞ 11 വർഷക്കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 67 കൊല്ലം കൊണ്ട് നേടിയ പുരോഗതി, അത് 11 വർഷം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ചു. പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞു, ഇതൊക്കെയാണെങ്കിലും നമുക്കിനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനാണ്. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച ആളുകൾ, ആ ആളുകൾ സ്വപ്നം കണ്ട ഒരു ഇന്ത്യ, ആ ഇന്ത്യ സൃഷ്ടിക്കാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല. അവര് സ്വപ്നം കണ്ട ഇന്ത്യ സൃഷ്ടിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പൂർത്തിയാകുമ്പോൾ സാധിച്ചില്ലെങ്കിൽ ചുരുങ്ങിയത് 100 വർഷം പൂർത്തിയാകുമ്പോഴെങ്കിലും സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു. 2014 ഭരണമേറ്റെടുത്തപ്പോ ഇന്ത്യയുടെ സമ്പദ്ഘടന ലോകത്തിലെ 11ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് ഇന്ത്യ ലോകത്തിലെ സമ്പദ്ഘടനകളുടെ കണക്കെടുത്താൽ 4ാം സ്ഥാനത്താണ്. ഒരു കാലത്ത് ഇന്ത്യ കീഴടക്കി ഭരിച്ച ബ്രിട്ടൻ, ഇംഗ്ലണ്ടിനെ അടക്കം പുറകോട്ട് തള്ളിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നു. ഇനി ആകെ അമേരിക്കയും ചൈനയും റഷ്യയും മാത്രമേ ഇന്ത്യയുടെ മുന്നിലുള്ളൂ. മറ്റെല്ലാ രാജ്യങ്ങളെയും ഇന്ത്യ പിന്നിലാക്കി കഴിഞ്ഞു. അപ്പോ ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുരോഗതി കേരളത്തിലും ഉണ്ടാകണമെങ്കിൽ, ഈ രാജ്യം മുഴുവൻ പുരോഗതിയിലേക്ക് നീങ്ങുമ്പോൾ ആ പുരോഗതി കേരളത്തിലും ഉണ്ടാകണമെങ്കിൽ, ആ പുരോഗതി നമ്മുടെ ഈ കടലോരത്തും ഉണ്ടാകണമെങ്കിൽ, ആ പുരോഗതി പള്ളിത്തുറയിലും ഉണ്ടാകണമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ കൂടി തിരിച്ചറിയുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇന്നിവിടെ ഈ പരിപാടി നടക്കുന്നത്. അതുകൊണ്ടാണ് നേരിട്ട് ഇവിടെ ധാരാളം ആളുകൾ എത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ആളുകൾ നേരിട്ട് വരാൻ, ഒറ്റയടിക്ക് വരാൻ ഒരു ചെറിയൊരു മടിയുള്ളത് കൊണ്ട് അവർക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇരുന്ന് കേൾക്കുക. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ കേൾക്കുന്ന ആൾക്കാരോടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവര് പരസ്യമായിട്ട്, അവര് നേരിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ, ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ച് മറ്റുള്ളവർ നടത്തുന്ന പ്രചരണങ്ങൾ
ആ പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ വിലയിരുത്തുന്നതിന് പകരം ഭാരതീയ ജനതാ പാർട്ടിയെ ഈ സർക്കാരിന്റെ ഈ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ, വീട് കൊടുക്കുന്ന കാര്യത്തിൽ ആരെയെങ്കിലും മതം നോക്കിയിട്ട് നിഷേധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും പൈപ്പ് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് മതം നോക്കി നിഷേധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്രദേശത്ത് റോഡ് പണിയാൻ വേണ്ടിയിട്ട് മതത്തിന്റെയും സമുദായത്തിന്റെയും പരിഗണന നോക്കി നിഷേധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും പാചകവാതക കണക്ഷൻ കൊടുക്കാൻ പോകുമ്പോ അയാളുടെ മതം ഏതാണ്, സമുദായം ഏതാണ് എന്ന് നോക്കി നിഷേധിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തിക്കൊണ്ട്, അങ്ങനെ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ വിലയിരുത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഓഫീസിന്റെ പ്രവർത്തനം, ആ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകാൻ സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഇവിടുത്തെ മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് അവരെ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമസ്കാരം.